കോളിഫ്ലവറിൽ ട്രാഫിനോസ് എന്ന പ്രത്യേകതരം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് അമിതമായി ഉപയോഗിച്ചാൽ എന്തിനെല്ലാം ദൂഷ്യം ചെയ്യും. അസിഡിറ്റി, മലബന്ധം എന്നിവയ്ക്ക് കാരണമാകാം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ കഴിക്കേണ്ട പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഏതെല്ലാം? മുട്ട, പയർ, സാൽമൺ, ടൂണ മത്സ്യങ്ങൾ, ഗ്രീക്ക് തൈര്, ചിക്കൻ ബ്രസ്റ്റ്, അണ്ടിപ്പരിപ്പ്, ബദാം, ചിയ വിത്ത് മുതലായവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ ഏത് എണ്ണയാണ് സഹായിക്കുന്നത്? ചർമ്മത്തിന് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്ന എള്ളെണ്ണ ഉപയോഗിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടിവയറ്റിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴങ്ങൾ ഏതെല്ലാം? ആപ്പിൾ, ഗ്രേപ്പ് ഫ്രൂട്ട്, ബ്ലൂബെറി, ഓറഞ്ച്, അവക്കാഡോ, പപ്പായ, തണ്ണിമത്തൻ, മാതളം, പൈനാപ്പിൾ മുതലായവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയെ വേഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ ചൂർണം ഏത്? മുരിങ്ങയില തണലിൽ ഉണക്കിപ്പൊടിച്ച ചൂർണം ദിവസവും കുറച്ച് ഉപയോഗിക്കുന്നത് ഫലപ്രദം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാൻസർ, പ്രമേഹം, അലർജി, കൊളസ്ട്രോൾ, തൈറോയിഡ്, രക്താതിസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കാൻ ഉത്തമമായ പഴം ഏതാണ്? നോനിപ്പഴം അഥവാ ഇന്ത്യൻ മൾബറി. ഇതിന്റെ വേര്, തണ്ട്, പൂവ്, കായ് എന്നിവ ഔഷധ ഗുണം ഉള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുന്തിരിപ്പഴച്ചാറിൽ അല്പം ജീരകം ചേർത്ത് കഴിച്ചാൽ എന്തിന് ഗുണം ചെയ്യും? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ 3 തരം നാഡികൾ ഏതെല്ലാം? സെൻസറി നാഡികൾ, മോട്ടോർ നാഡികൾ, മിശ്ര നാഡികൾ എന്നിവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങൾ ഏതെല്ലാം? അൽഷിമേഴ്സ്, ഓർമ്മശക്തി നഷ്ടപ്പെടുക, മസ്തിഷ്ക രോഗം മുതലായവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുട്ടുവേദന മാറുന്നതിനുള്ള ഒരു ഒറ്റമൂലി എന്താണ്? 50 ഗ്രാം കറുത്ത എള്ള്, 10 ഗ്രാം കടുക്, 10 ഗ്രാം കുരുമുളക്, 10 ഗ്രാം കർപ്പൂരം എന്നിവ പൊടിച്ച് വെള്ളത്തിൽ ചാലിച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായമായവർ ശരീരശക്തിക്കായി കഴിക്കേണ്ട ഉണങ്ങിയ പഴങ്ങൾ ഏതെല്ലാം? ഉണക്കമുന്തിരി, പിസ്ത, അത്തിപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആഹാരത്തിൻ്റെ കൂടെ പഴങ്ങൾ കഴിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം? ഗ്ലൂക്കോസ് അളവ് കൂടുകയും ഫലമായി പ്രമേഹം വർദ്ധിക്കാൻ സാധ്യത. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുതിര, കുടംപുളി, കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് കഷായം ചെയ്ത് കുടിച്ചാൽ എന്തിനെ വേഗം നിയന്ത്രിക്കും? വയറ്റിലെ അമിതക്കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയുന്നു. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായം കൂടുന്തോറും മുട്ടുവേദന കഠിനമാകും. ഇതിനെ പ്രതിരോധിക്കാനും പ്രതിരോധശേഷിക്കും ഉപയോഗിക്കേണ്ട ഫലപ്രദമായ പഴങ്ങൾ ഏതെല്ലാം? ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ, മുന്തിരി, സരസഫലങ്ങൾ മുതലായവ. ഹലോ ഫ്രണ്ട്സ്,
ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരു ഒറ്റമൂലി എന്താണ്? 6 തിപ്പലി രാത്രി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് രാവിലെ അതിലെ വെള്ളത്തിൽ അരച്ച് കുടിക്കുക. 15 ദിവസത്തിനുള്ളിൽ നിയന്ത്രണ വിധേയമാകും. ശരീരം മെലിയും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തിപ്പലി ചേർത്തിട്ടുള്ള ആയുർവേദ മരുന്നുകളായ ചവനപ്രാശം, പഞ്ചകോലം, താലിസപത്ര ചൂർണം, ദശമൂലകൂടത്ര കഷായം, കൃഷ്ണാവലേഹ്യം, അഗസ്ത്യ രസായനം എന്നിവ ഏതെല്ലാം രോഗങ്ങൾക്ക് ഗുണം ചെയ്യും? ദഹനശക്തി, ജ്വരം, ആമവാദം, ചുമ, ഊരുസ്തംഭം, അതിസാരം, മൂത്രാശയക്കൽ എന്നിവയെ നിയന്ത്രിക്കാൻ ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രഹ്മി നിഴലിൽ ഉണക്കിപ്പൊടിച്ചത് 5 ഗ്രാം വീതം പാലിലോ തേനിലോ പതിവായി കഴിക്കുന്നത് എന്തിന് ഉത്തമമാണ്? ഓർമ്മക്കുറവ് മാറുന്നതിന് ഉത്തമമാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രക്തശുദ്ധിക്കും അമിതവണ്ണം കുറയ്ക്കുന്നതിനും എന്തിൻ്റെ ഉപയോഗം ഫലപ്രദമാണ്? ഉണങ്ങിയ ബ്രഹ്മിയില പൊടി ചെയ്ത് പാലിൽ കഴിക്കുന്നതും ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും ഉത്തമമാണ്. ആടലോടകത്തിൻ്റെ വേരുകളിലുള്ള വിത്ത് ഗ്രന്ഥികളുടെ പേര് എന്താണ്? മലബാർ നട്ട് എന്ന് പറയും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഫനിവാരണത്തിനുള്ള ഒരു അലോപ്പതി ഔഷധം, രക്തസ്രാവത്തിനെതിരായ അലോപ്പതി ഔഷധങ്ങൾ എന്നിവയ്ക്ക് ഏത് ഔഷധ സസ്യമാണ് ഉപയോഗിക്കുന്നത്? ആടലോടകം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വാഴപ്പഴം, തൈര്, വെള്ളരി എന്നിവ ആഹാരത്തിൽ ചേർത്ത് കഴിച്ചാൽ എന്തിനെ നിയന്ത്രിക്കാം? ഉത്തരം: അസിഡിറ്റി കുറയ്ക്കാം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഴുത്തുവേദന വേഗം മാറുന്നതിന് ഒരു ഉത്തമ പരിഹാരം എന്താണ്? 2-3 വെളുത്തുള്ളി ഇതളുകൾ ചതച്ച് കുറച്ച് സസ്യ എണ്ണ ഒഴിച്ച് ചൂടാക്കി തണുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് എണ്ണ തടവി മസാജ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സന്ധിവേദന, മുട്ടുവേദന എന്നിവയെ കുറയ്ക്കാൻ ഉത്തമമായത് എന്താണ്? 1 കപ്പ് ചൂടുവെള്ളത്തിൽ 1/2 കപ്പ് എപ്സം സാൾട്ട് ചേർത്ത് വേദനയുള്ള ഭാഗത്ത് ഒഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അസഹ്യമായ പല്ലുവേദനയെ നിയന്ത്രിക്കാൻ എന്താണ് പ്രതിവിധി? ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളവും 3% വീതം സമമായി എടുത്ത് വായ്ക്കൊള്ളുക. 30 സെക്കൻഡ് ഇങ്ങനെ ചെയ്ത ശേഷം തുപ്പിക്കളയുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മൈഗ്രെയിൻ പ്രശ്നത്തിന് പരിഹാരം എന്താണ്? കറുവാപ്പട്ട വറുത്തുപൊടിച്ച് വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടുക. ഇൻസുലിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടും കുടലിൽ ഗ്ലൂക്കോസിൻ്റെ ആഗിരണം കുറച്ചുകൊണ്ടും മസിലുകളിൽ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കൂട്ടിക്കൊണ്ടും രക്തത്തിലെ ഗ്ലൂക്കോസ് നില താഴ്ത്തി പ്രമേഹം നിയന്ത്രിക്കാൻ ഉത്തമം. പാവയ്ക്കയുടെ ഉപയോഗം സഹായിക്കും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ആരോഗ്യം ലഭിക്കാൻ ഒരു ഉത്തമമായ പ്രതിവിധി എന്താണ്? കൂവളത്തിൻ്റെ വേരും തൊലിയും ഉണക്കി പൊടിയാക്കി പാലിൽ കുടിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.